ഒരു സെഷനിൽ ബാങ്ക് റീകൺസിലേഷൻ എങ്ങനെയാണ് സൊഹോയിൽ മാനേജ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ബാങ്ക് റീകൺസിലേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ക്ലോസിംഗ് ബാലൻസും സൊഹോ ബുക്സിലെ ബാങ്കിന്റെ ക്ലോസിംഗ് ബാലൻസും തമ്മിൽ ടാലി ആവുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റീകൺസിലേഷൻ ചെയ്തുകൊണ്ട് ഏത് എൻട്രിയാണ് ആഡ് ചെയ്യേണ്ടത് അല്ലെ ഏത് എൻട്രിയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ബാലൻസ് തമ്മിൽ മാച്ച് ചെയ്യിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനായിട്ട് നമ്മൾ ബാങ്കിങ്ങിൽ വരിക. ഇവിടെ നമ്മുടെ ബാങ്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ എൻ്റെ ബാങ്ക് HDFC ബാങ്ക് ആണ്. ഇതിൽ നമ്മൾ ഈ ടോപ്പിലുള്ള സെറ്റിംഗ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റീകൺസിൽ അക്കൗണ്ട് എന്ന് കാണാം. ഇവിടെ നമ്മൾ റീകൺസിൽ നൗ അതിനുശേഷം നമ്മുടെ റീകൺസിലേഷൻ പീരീഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ എത്രയാണോ ബാലൻസ് ആ ബാലൻസ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യണം. നമ്മൾ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മുടെ ഓൺലൈൻ ബാങ്കിങ്ങിൽ നിന്നും നമ്മുടെ സ്റ്റേറ്റ്മെന്റ് PDF ആയിട്ടോ അല്ലെങ്കിൽ Excel ആയിട്ടോ ഡൗൺലോഡ് ചെയ്യണം. അത് നോക്കിയാണ് നമ്മൾ ഓരോ ട്രാൻസാക്ഷനും ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ റീകൺസിലേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. ഈ ഒരു വിൻഡോയിൽ നമ്മൾ സൊഹോ ബുക്സിൽ എൻ്റർ ചെയ്തിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഏതൊക്കെ ട്രാൻസാക്ഷനാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കാണാനായിട്ട് പറ്റുന്നത് അതെല്ലാം നമ്മൾ ടിക്കിട്ട് പോവുക. ഇപ്പോൾ ഈ ഒരു 6,000 ഒരു എൻട്രി നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടെങ്കിൽ ടിക്ക് ഇടുക. അതേസമയത്ത് 30,000 ഒരു എൻട്രി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ടിക്ക് ചെയ്യേണ്ട. അങ്ങനെ ഉള്ള എൻട്രീസ് എല്ലാം നമ്മൾ ഇതുപോലെ ഓരോന്ന് ക്രോസ് ചെക്ക് ചെയ്ത് പോയിട്ട് നമ്മൾ ടിക്കിട്ട് പോകണം. അതിനുശേഷം എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് റീകൺസിൽ ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മൾ ഈ ഡിഫറൻസ് 0 ആയാൽ മാത്രമേ നമുക്ക് റീകൺസിൽ എന്നുള്ള ഈ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ കണ്ടില്ലേ, എമൗണ്ട് ഹാസ് നോട്ട് ബീൻ ക്ലിയർഡ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ റീകൺസിൽ എന്നുള്ളത് മാർക്ക് ചെയ്യുവാണ്. അപ്പം നമ്മുടെ ആ ഒരു സ്റ്റാറ്റസ് റീകൺസിൽഡ് എന്നായിട്ടുണ്ട്. ഇത് നമുക്ക് റിപ്പോർട്ട്സിൽ ബാങ്കിങ് എന്നുള്ള ഒരു റിപ്പോർട്ടിൻ്റെ അണ്ടറിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റീകൺസിലേഷൻ സ്റ്റാറ്റസ് കാണാനായിട്ട് പറ്റും. നമ്മൾ ചെയ്ത ആ ഒരു റീകൺസിലേഷൻ്റെ റിപ്പോർട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ 9 എൻട്രീസ് ഇവിടെ റീകൺസിൽഡ് ആയിട്ട് മാറിയിട്ടുണ്ട്.